MPFI ആണ്. MPFI വണ്ടിയാണ്. ഓക്കെ. വണ്ടി ഇത് 2013 മോഡലാണ്. 13. ഡീസലാണോ പെട്രോളാണോ? ഡീസൽ. MPFI ആണ്. MPFI സിംഗിൾ ഓണർ ആണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. അതെ. കിലോമീറ്ററോ? കിലോമീറ്റർ 45,000 കിലോമീറ്റർ. 2020 മോഡൽ സെക്കൻഡ് ഓണർ വണ്ടിയാണ്. 38,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓണർ വണ്ടിയാണ്. കിലോമീറ്ററോ? കിലോമീറ്റർ 80,000 അടുപ്പിച്ചായി. സിംഗിൾ ഓണർ ആണ്. ZXi ആണ്. ഫുൾ ഓപ്ഷൻ. ആ ടൈമിൽ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. 17 മോഡൽ. 17 ഓട്ടോമാറ്റിക് ആണത്. ഓട്ടോമാറ്റിക് 1 ലിറ്റർ അല്ലേ? നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ശിവശക്തി യൂസ്ഡ് കാർസിലാണ്. നമ്മളോട് വീഡിയോയിൽ കുറച്ച് ദിവസമായി സ്റ്റോക്കൊക്കെ മാറി വന്നിട്ടുണ്ട്. ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരം പാപ്പനംകോടാണ്. ട്രിവാൻഡ്രം സിറ്റി തന്നെയാണ്. പാപ്പനംകോട് ജംഗ്ഷൻ തൊട്ടടുത്തായിട്ടാണ് അതിൻ്റെ ലൊക്കേഷൻ വരുന്നത്. അപ്പോൾ അവരുടെ നമ്പർ ഞാൻ സ്ക്രീനിൽ കാണിക്കാം, അതേപോലെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം. നമ്മുടെ ചാനലിലേക്ക് ഇഷ്ടപ്പെട്ട് ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോ. സാറേ, എൻ്റെ അനന്തു ഉണ്ട്. അനന്തു വീട്ടിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ വീഡിയോയിൽ കുറച്ച് ദിവസമായില്ലേ? ഓണത്തിനൊന്നും ഇല്ലായിരുന്നു. ഓക്കെ. അപ്പോൾ നമ്മുടെ ഇപ്രാവശ്യം ബഡ്ജറ്റ് വേറെ കളക്ഷൻസ് ഉണ്ട്. ഓക്കെ. അപ്പോൾ നമ്മുടെ ലൊക്കേഷൻ പറയുന്നത് കറക്റ്റ് പാപ്പനംകോട് അടുത്തിനാണ്. നമ്മൾ ലോൺ സ്റ്റാർട്ട് ചെയ്യുന്ന വർഷം പോലെ ലോൺ ചെയ്യും നമ്മൾ 2012 മാരുതി വണ്ടികളാണെങ്കിൽ 11-12 തൊട്ട്, ബാക്കിയുള്ള വണ്ടികൾ നമുക്ക് 13 തൊട്ടൊക്കെ ചെയ്ത് കൊടുക്കാം, ചെയ്യാൻ പറ്റും. ഓ ശരി. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോകാം. അപ്പോൾ അനന്തു സാൻഡ്രോ എങ്ങനെ? ഇത് വന്നിട്ട് 2008 മോഡലാണ് കേട്ടോ. 2008 മോഡൽ, 1,00,000 കിലോമീറ്റർ ആവുന്നു. തേർഡ് ഓണർഷിപ്പായി. ഓക്കെ. അപ്പോൾ 28 പേപ്പർ ഉണ്ടല്ലേ? 2028 വരെ പേപ്പർ ഉണ്ട്. വണ്ടി വലിയ കുഴപ്പമില്ല. വലിയ കുഴപ്പമില്ല, അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുണ്ട്. വലിയ ഡെന്റോ സ്ക്രാച്ച്, മൈനൂർ സ്ക്രാച്ചസ്, ചെറിയൊരു സ്ക്രാച്ചസ് ഉണ്ട്. ടയർ കണ്ടീഷൻ ഒരു ആവറേജ് ടയർ കണ്ടീഷൻ ഒക്കെ ഉണ്ട്. ഇന്റീരിയറൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാതെ ക്വാളിറ്റി ഉണ്ട്. പഴയ വണ്ടിയുടെ ചെറിയ പ്രശ്നങ്ങളുണ്ട്, അത് ഉറപ്പായിട്ടുണ്ടാവും. ഓക്കെ. സീറ്റുകാരൊന്നും വലിയ കുഴപ്പമില്ല. ചെറിയൊരു കീറലുണ്ട് ഇവിടെ കാണുന്നത്. ചെറിയൊരു പിന്നെ സ്റ്റീരിയോ ഇരിപ്പുണ്ട്. എന്നത് പവർ AC പവർ സ്റ്റിയറിംഗ് മാത്രം അല്ലേ? അതെ. ഓക്കെ. വേറെ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ? വർക്കിംഗ് ആണല്ലോ? എല്ലാം വർക്കിംഗ് ആണ്. അപ്പോൾ അതിന്റെ പ്രൈസ് എങ്ങനെയാണ് വരുന്നത്? പ്രൈസ് നമ്മുടെ 79,000 നമ്മുടെ ആസ്കിംഗ് പ്രൈസ്. നെഗോഷ്യബിൾ ആണല്ലോ? കുറച്ച് നെഗോഷ്യബിൾ ആയിരിക്കും. അപ്പോൾ അനന്തു, അടുത്ത വണ്ടി 1800 2007 മോഡലാണ്. 2007 മോഡൽ MPFI ആണ്. MPFI സിംഗിൾ ഓണർ ആണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. അതെ. കിലോമീറ്റർ 45,000 കിലോമീറ്റർ ആയി. AC ഉള്ള വണ്ടിയാണ്. AC വർക്കിംഗ് ആണ്. അതെ, വർക്കിംഗ് ആണ്. ഓക്കെ. അപ്പോൾ ടയർ 4 അത്യാവശ്യം നല്ല കണ്ടീഷൻ ഉണ്ട്. അത്യാവശ്യം നല്ല കണ്ടീഷൻ ഉണ്ട്. ഫ്രണ്ടിൽ അപ്പോളോയുടെ ടയർ കിടക്കുന്നു. ഒരു 70% ടയർ ഉണ്ടെന്ന് പറയല്ലേ? ഉണ്ട്. ഓക്കെ. ഇത് അപ്പോളോയുടെ ടയർ ഫ്രണ്ടിലാണ് കിടക്കുന്നത്, മാറ്റിയിട്ടുണ്ട്. ശരിയാണ്. ഓക്കെ. അത് ഇന്റീരിയർ AC വരുന്നുണ്ട്. വലിയ കുഴപ്പമില്ല. 27 വണ്ടി 27 പേപ്പർ ഉണ്ടല്ലേ? പിന്നെ 2027 വണ്ടിയുണ്ട്. സിംഗിൾ ഓണർ, 40,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. കിലോമീറ്റർ ആയിരിക്കും. കുഴപ്പമില്ല. എഞ്ചിൻ കണ്ടീഷൻ എങ്ങനെയുണ്ട്? നല്ല കണ്ടീഷനാണ്. ഓക്കെയാണ്. അപ്പോൾ എത്ര കൊടുക്കും 2007 വണ്ടി? നമ്മുടെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുമ്പോൾ നമുക്കൊരു 68 രൂപയാണ് ആസ്കിംഗ് പ്രൈസ്. നെഗോഷ്യബിൾ ആണ്. കുറച്ച് നെഗോഷ്യബിൾ. 68 ചോദിക്കുന്നത് നെഗോഷ്യബിൾ ആണ്. പക്ഷേ വണ്ടി സിംഗിൾ ഓണർഷിപ്പ് ആണ്. 40,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അതാ പറഞ്ഞത്, ഫ്രണ്ടിൽ അപ്പോളോയുടെ ടയർ അടങ്ങുന്നത്. നല്ല കണ്ടീഷൻ ഉണ്ട്. അതെ. 800 നോക്കുന്നവർക്ക് നോക്കാം. ചെറിയ ബഡ്ജറ്റിൽ AC ഉള്ള വണ്ടി. ഓക്കെ. അടുത്ത ഒമിനി. ഇത് 2003 മോഡലാണ്. 2028 വരെ പേപ്പറിലുള്ള 5 സീറ്റർ ആണ്. ഓക്കെ. 2003 MPFI ആണോ കാർബറേറ്റർ? MPFI വണ്ടിയാണ്. ഓക്കെ. വണ്ടി വലിയ കുഴപ്പമില്ല, ചെറിയ ഡെന്റ് കാര്യങ്ങളൊക്കെ ഉള്ളൂ. 28 വരെ പേപ്പറെല്ലാം ഉണ്ട്. ടയർ കണ്ടീഷൻ ഒരു ബിലോ ആവറേജ് ആണ്. ടയർ കണ്ടീഷൻ ഒരു 50% ടയർ പറയല്ലേ? 50 ഇല്ല, ഒരെണ്ണം മാത്രം 50 ഉള്ളൂ, ബാക്കിയെല്ലാം കുറവാണ്. ബാക്കിയെല്ലാം ബിലോ ആവറേജ് ആണ്. മാറേണ്ടി വരും. നമുക്ക് എന്തായാലും ടയർ മാറേണ്ടി വരും. ഓക്കെ. ഇന്റീരിയർ കണ്ടീഷൻ ഇതാണ്. വേറെ മേജർ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ? ഇല്ല. എഞ്ചിൻ കണ്ടീഷൻ ഒക്കെ പക്കയാണല്ലോ? കുഴപ്പമില്ല. ഓക്കെ. അപ്പം എങ്ങനെ ഇതിന്റെ പ്രൈസ്? 69,000 രൂപയാണ് ആസ്കിംഗ് പ്രൈസ്. 69,000 രൂപ. അതെ. 2008 വരെ പേപ്പർ ഉണ്ടല്ലേ? 28 വരെ പേപ്പർ ഉണ്ട്. ഓക്കെ. ശരി. എഞ്ചിൻ കണ്ടീഷൻ ഒക്കെ പക്കയാണല്ലോ? കുഴപ്പമില്ല. നല്ല അത്യാവശ്യം നെഗോഷ്യബിൾ ആണ് ചെറുതായിട്ട്. അപ്പം അടുത്ത വണ്ടി വാഗണർ 2006 മോഡലാണ്. 2006 മോഡല്, 1,00,000 കിലോമീറ്റർ കഴിഞ്ഞു. 2026 ടെസ്റ്റ് വരുന്നുണ്ടല്ലേ? 26 ടെസ്റ്റ് വരുന്നുണ്ട്. പക്ഷെ വണ്ടി അത്യാവശ്യം നല്ല നീറ്റ് വണ്ടിയാണ്. ചെറിയ സ്ക്രാച്ചസ് ഉണ്ട്. LXi ആണല്ലേ വണ്ടി? LXi ആണ്. ഓക്കെ. വേറെ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ? ഇല്ല. മൈനൂർ സ്ക്രാച്ചസ് മാത്രമേ ഉള്ളൂ. ടയർ കണ്ടീഷൻ ബാക്കിൽ ആവറേജ്, ഫ്രണ്ടിൽ വലിയ കുഴപ്പമില്ല. ഫ്രണ്ടിലൊരു ആവറേജ്. ഇന്റീരിയർ ഒക്കെ അത്യാവശ്യം നല്ല സീറ്റ് ചെയ്തിട്ടുണ്ട്. 1,00,000 കിലോമീറ്റർ കഴിഞ്ഞല്ലേ? AC പവർ സ്റ്റിയറിംഗ്. അതെ. അപ്പോൾ എങ്ങനെ വാഗണറിന്റെ പ്രൈസ് വരുന്നത്? ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുമ്പോൾ 85,000. ഓക്കെ. നെഗോഷ്യബിൾ ആണോ? അപ്പോൾ ആണെന്ന് അടുത്ത ടാറ്റ ഇൻഡിക. ഇത് 2013 മോഡലാണ്. 13. ഡീസലാണോ പെട്രോളാണോ? ഡീസൽ. പാർക്ക് ആൻഡ് സെയിലാണ്. 2013 സിംഗിൾ ഓണർ.
സിംഗിൾ ഓണർഷിപ്പ് ആണ്. സിംഗിൾ ഓണർഷിപ്പ്, അതെ. ഓക്കെ, ഈ ടെയിൽ ഗേറ്റ് പൊട്ടിയിട്ടുണ്ട്. ഈ ഒരു ഇവിടെ ഒരു ചെറിയ തട്ടിലുണ്ട്, നമുക്ക് ക്ലിയർ ചെയ്ത് കൊടുക്കാം. കസ്റ്റമർ ക്ലിയർ ചെയ്ത് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. വേറെ വലിയ സ്ക്രാച്ചസ് ഒന്നും ആ സൈഡിലൊന്നും ഇല്ല. ഈ ഒരു ബമ്പറിൽ ഈ ഒരു ഇത് മാത്രമേ ഉള്ളൂ. അല്ല, വേറെ സൈഡ് ഫ്രണ്ടിലും സൈഡിലൊന്നും ഇല്ല. ഇല്ല. ടയർ കണ്ടീഷൻ അത്യാവശ്യം നല്ല കണ്ടീഷനാണ്. ഇന്റീരിയർ നീറ്റ് ആണ്. 80% ടയർ ഉണ്ടല്ലേ? അതെ, 4 ടയറും ഒരേ കണ്ടീഷൻ. അതെ, ഇന്റീരിയർ അത്യാവശ്യം നല്ല കണ്ടീഷനാണ്. ഇന്റീരിയർ കണ്ടീഷൻ, സീറ്റ് ഒക്കെ ഉണ്ട്, വൃത്തിയുണ്ടല്ലേ? AC ഒക്കെ നല്ല കൂളിംഗ് ഉണ്ട്. നല്ല കണ്ടീഷൻ. കിലോമീറ്റർ ആയിട്ടുണ്ട് 39,000 കിലോമീറ്റർ ആയി. അത്ര ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർ, അതെ. AC പവർ സ്റ്റിയറിംഗ് അല്ലേ? AC പവർ സ്റ്റിയറിംഗ് മാത്രമേ ഉള്ളൂ. AC നല്ല കൂളിംഗ് ഒക്കെ ഉള്ള വണ്ടിയാണ്. ഡീസൽ ഇൻഡിക്ക. പക്ഷേ ഇൻഡിക്ക നോക്കുന്നവർക്ക് ലോ കിലോമീറ്റർ വണ്ടി കിട്ടും അല്ലേ? കിലോമീറ്റർ ആണല്ലോ, ജെന്യൂൻ കിലോമീറ്റർ ആണ്. ജെന്യൂൻ കിലോമീറ്റർ മോഡൽ കൂടി 2013 മോഡലുണ്ട്. ഓക്കെ, അപ്പോൾ ഇൻഡിക്ക ഇഷ്ടപ്പെടുന്നവർക്ക് നോക്കാം. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ബാക്കിലെ പ്രശ്നം മാത്രമേ നമുക്ക് ക്ലിയർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, വേറെ പ്രശ്നമൊന്നുമില്ല. കണ്ടീഷൻ ഉണ്ട്. ഒരു 15 എന്തായാലും ഒരു 20 അടുപ്പിച്ച് മൈലേജും കിട്ടും. പിന്നെ 20 മേളിൽ കിട്ടിയാലേ ഉള്ളൂ. അപ്പോൾ എങ്ങനെയാണ് പ്രൈസ് വരുന്നത്? നമുക്ക് ചേട്ടാ ഇത് കസ്റ്റമർ നമ്മുടെ റേറ്റ് അല്ല, കസ്റ്റമർ ആസ്കിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 1,15,000 രൂപയാണ്. 1,15. അതിൽ നമുക്ക് നെഗോഷ്യബിൾ ആണ്. ജെന്യൂനായിട്ട് ബയ്യേഴ്സ് വന്ന് നമുക്ക് ഡയറക്റ്റ് അവരോട് സംസാരിച്ച് നമുക്ക് ചെയ്ത് കൊടുക്കാം. കുഴപ്പമില്ല. ശരി. അനന്തു, അടുത്ത വണ്ടി ഇയോൺ. അതെ, ഇയോൺ. ഇത് വന്നിട്ട് 2012 മോഡലാണ്. ഓക്കെ, 2012 സെക്കൻഡ് ഓണർ വണ്ടിയാണ്. കിലോമീറ്റർ 80,000 അടുപ്പിച്ചായി. ഓക്കെ, സർവീസ് എങ്ങനെ? പുറത്താണോ കമ്പനി സർവീസ് ആണ്? സർവീസ് ഒക്കെ ഏകദേശം കമ്പനിയാണ്. ഓക്കെ, വേറെ റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, റീപ്ലേസ്മെന്റ് ഒന്നും. ഡിലേറ്റ് ആണല്ലേ വരുന്നത്? ഡിലേറ്റ്. ഓക്കെ, AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്. പവർ വിൻഡോ ചെയ്തതാണല്ലേ? ഇന്റീരിയർ കണ്ടീഷൻ, സീറ്റ് കവർ ഉണ്ട്, വലിയ കുഴപ്പമില്ല. സീറ്റ് കവറാണത്, കവറാണ്. ഫാബ്രിക് ഉണ്ടല്ലോ. അതെ, സോണിയുടെ സ്റ്റീരിയോ വെച്ചിട്ടുണ്ട്. 2 ഡോർ പവർ വിൻഡോ ചെയ്തിട്ടുണ്ട്. AC പവർ സ്റ്റിയറിംഗ് ഉണ്ട്. പവർ സ്റ്റിയറിംഗ് ഉണ്ട്. വേറെ റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ? ഇല്ല, റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇല്ല. 2012 വണ്ടി 27 പേപ്പർ വരുന്നുണ്ടോ? അപ്പോൾ എത്ര കൊടുക്കും നമുക്കിതൊരു 1,68,000. 1,68. ആസ്കിങ് നെഗോഷ്യബിൾ ആണല്ലോ? കുറച്ച് നെഗോഷ്യബിൾ. ഫിനാൻസ് അപ്പോൾ എത്ര കയറും? ഫിനാൻസ് നമുക്ക് ഏകദേശം 1-1.25 ഫിനാൻസ് മാക്സിമം 1.25 നല്ല കസ്റ്റമർ ഉണ്ടെങ്കിൽ ചെയ്ത് കൊടുക്കാം. അപ്പം അടുത്ത സ്വിഫ്റ്റ്. സ്വിഫ്റ്റ് ഇത് 2012 മോഡലാണ്. 2012 സിംഗിൾ ഓണറാണ്. ZXi ആണ്. ഫുൾ ഓപ്ഷൻ, ആ ടൈമിൽ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ടോപ്പ് വണ്ടി അല്ലേ? ഓക്കെ, ഓണർഷിപ്പ് കിലോമീറ്റർ എത്രയായി? സിംഗിൾ ഓണർഷിപ്പ് 45,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 40,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ZXi ബാക്ക് വൈപ്പർ, AC പവർ സ്റ്റിയറിംഗ്, അലോയ്സ് വരുന്നുണ്ട്. ടയറൊക്കെ അത്യാവശ്യം കാര്യങ്ങളൊന്നും ഇല്ലല്ലേ? ഇല്ല, കമ്പനി സർവീസ് ആണ്. ടയറൊക്കെ നല്ല പുതിയ ടയർ കിടപ്പുണ്ട്. ഓക്കെ, ഇതിനകത്ത് സീറ്റ് കവർ ഉണ്ട്, പക്ഷേ വെൽ മെയിൻറ്റൈൻഡ് ആണ്, വലിയ കുഴപ്പമില്ല. അത്യാവശ്യം നല്ല സ്റ്റീരിയോ വെച്ചിട്ടുണ്ട്, രീതിക്ക് മെയിൻറ്റെയിൻ ചെയ്ത വണ്ടിയാണ്. ഓട്ടോമാറ്റിക് AC വരുന്നുണ്ട്, സ്റ്റിയറിംഗ് മോഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ ZXi ആണ്. 4 ഡോർ പവർ വിൻഡോ, AC പവർ സ്റ്റിയറിംഗ്, സ്റ്റീരിയോ കൺട്രോൾ കാര്യങ്ങളെല്ലാം, ഡ്യുവൽ എയർ ബാഗ് എല്ലാം വരുന്നുണ്ട് അല്ലേ? ഓക്കെ, ഇപ്പോൾ 2012 ടോപ്പ് എൻ്റെ വെഹിക്കിൾ, വേറെ റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. ഫുള്ളി കമ്പനി സർവീസ്. 40,000 കിലോമീറ്റർ. എത്രയ്ക്ക് കൊടുക്കാം നമുക്കപ്പോൾ? ഇത് 290 ആണ് ആസ്കിംഗ്. 290 ആസ്കിംഗ് പ്രൈസ്. നെഗോഷ്യബിൾ ആണ്. 12,000 ലോൺ കയറുമല്ലോ? ലോൺ കയറി, ഇനി കയറാം. ലോൺ ചെയ്ത് കൊടുക്കാം. ഒരുപാട് എമൗണ്ട്, കുറച്ച് എമൗണ്ട് ഒക്കെ ലോൺ ചെയ്ത് കൊടുക്കാം. ചെയ്യാൻ പറ്റും. സ്വിഫ്റ്റ് അല്ലേ ലോൺ കിട്ടും. അടുത്തത് ഫോർഡ് ഫിയസ്റ്റ. ഇത് വന്നിട്ട് 2008 മോഡലാണ്. 2008 സിംഗിൾ ഓണറാണ്, പക്ഷെ റീ വണ്ടിയാണ്. 2008 റീ വണ്ടിയാണ്, സിംഗിൾ ഓണർ, സെയിം ഓണർ തന്നെയാണ്. സ്റ്റേറ്റ് മാറിയപ്പോൾ ഒരേ ഓണർ തന്നെ. പേര് മാറേണ്ട ആവശ്യം വന്നിട്ടില്ല, ജസ്റ്റ് സ്റ്റേറ്റ് മാത്രം മാറിയിട്ടുള്ളൂ. റീ രജിസ്ട്രേഷൻ ആണ്, പക്ഷേ ഒരേ ഓണറാണ്. ഫുൾ കമ്പനി സർവീസ് ആണ്. കമ്പനി സർവീസ് ആണ്. 90,000 കിലോമീറ്റർ ആയിട്ടുണ്ട്. റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇത് പെട്രോളാണോ ഡീസലാണോ? പെട്രോൾ വണ്ടിയാണ്. പെട്രോൾ വണ്ടി, ട്രിവാൻഡ്രം വണ്ടി. ഇപ്പം ട്രിവാൻഡ്രം വണ്ടി അല്ലേ? അതെ. ടയർ കണ്ടീഷനൊക്കെ അത്യാവശ്യം ഒരു 80% ടയർ കണ്ടീഷനൊക്കെ ഉണ്ട്. സീറ്റ് കവർ ചെറിയ ഡാമേജ് ഉണ്ട്, പക്ഷേ ഫാബ്രിക് സീറ്റ് കവറാണ്. നമുക്ക് അടിയിൽ നല്ല സീറ്റ് ഉണ്ട്, ഫാബ്രിക് കിടപ്പുണ്ട് അല്ലേ? അതെ. കെൻവുഡിന്റെ സ്റ്റീരിയോ ഇരിപ്പുണ്ട്. 4 ഡോർ പവർ വിൻഡോ, AC പവർ സ്റ്റിയറിംഗ് ഇങ്ങനെ വരുന്നുണ്ട്, പക്ഷേ ആ വൃത്തിയുണ്ടല്ലേ? കുഴപ്പമില്ല, വൃത്തിയുണ്ട്. സീറ്റ് കവർ ചെറുതായിട്ടുള്ള കിടക്കുന്നുണ്ട്. ടയർ കണ്ടീഷൻ ഒരു 80% ടയർ കണ്ടീഷൻ മതിയല്ലോ, ഫാബ്രിക് ഉണ്ടല്ലോ. മതി ഉണ്ട്. ഓക്കെ, ഫോർഡ് ഫിയസ്റ്റ പെട്രോൾ നോക്കുന്നവർക്ക് നോക്കാം. എങ്ങനെ അതിന്റെ പ്രൈസ്? ഫോർഡ് ഫിയസ്റ്റ ചേട്ടാ, ഇതും പാർക്ക് ആൻഡ് സെയിൽ വണ്ടിയാണ്. കസ്റ്റമർ ആസ്കിംഗ് പ്രൈസ് ആണ് ഞാൻ പറയുന്നത്. അവർ ആസ്കിംഗ് എന്ന് പറയുമ്പോൾ 88,000 ആണ്. 88,000 അത് നമുക്ക് എന്തെങ്കിലും സംസാരിച്ച് നെഗോഷിയേറ്റ്. നല്ല ഇതിന് വണ്ടി സിംഗിൾ ഓണർഷിപ്പ് ആണ്. ജെന്യൂൻ കിലോമീറ്റർ ആണ്. ഫുൾ കമ്പനി സർവീസ് ആണ്. വണ്ടി നല്ല കണ്ടീഷനാണ്. രജിസ്ട്രേഷൻ ആണെങ്കിൽ ഒരേ ഓണറാണ്. ഓക്കെ, അപ്പം അടുത്ത വണ്ടി ഇയോൺ. ഇയോൺ 2018 മോഡലാണ്. സിംഗിൾ ഓണറാണ്. 2018 സിംഗിൾ ഓണർഷിപ്പ്. 65,000 കിലോമീറ്റർ ആയി. ഓക്കെ, റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. സർവീസ് എങ്ങനെ? പുറത്താണോ കമ്പനിയാണോ? ഇത് കമ്പനി സർവീസ് തന്നെയാണ് വരുന്നത്. ഓക്കെ,
വണ്ടി വലിയ സ്ക്രാച്ചസ് അതിൻ്റെ കാര്യങ്ങളൊന്നുമില്ല. ഇല്ലില്ല, വലിയ അത്യാവശ്യം നല്ല നീറ്റ് വണ്ടിയാണ്. ടയർ കണ്ടീഷനിൽ അത്യാവശ്യം 70% ടയർ ഉണ്ട്. AC പവർ സ്റ്റിയറിംഗ് 2 ഡോർ പവർ വിൻഡോ ആണ് വരുന്നത്. ഇന്റീരിയർ അത്യാവശ്യം നല്ല നീറ്റ് ഉണ്ട്. കുഴപ്പമില്ല അല്ലേ? സ്റ്റീരിയോ ഉണ്ട്, ഇതിലില്ല. സ്റ്റീരിയോ ഇല്ല ഇപ്പൊ നിലവിനകത്തില്ലേ? നിലവിലില്ല, നമ്മുടെ ഉണ്ട് വെച്ചത്. ഓക്കെ. കസ്റ്റമർ ഇരിക്കും, അവർ വണ്ടി തന്നപ്പോഴത്തേക്കും ടച്ച് സ്ക്രീൻ ആയിരുന്നു, അവർ മാറ്റിയിട്ട് തന്നത്. അപ്പോൾ നോർമൽ സെറ്റ് ഉണ്ട്, അവർ തരും. അതെ. ഓക്കെ. അപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, കമ്പനി സർവീസ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഇല്ല. ഈ ഓണാകുമ്പോൾ ഒരു 18 റേഞ്ച് മൈലേജ് പ്രതീക്ഷിക്കാം. ഓക്കെ. എത്രയ്ക്ക് കൊടുക്കാം നമുക്കിതൊരു 2.49 കൊടുക്കാം. 2.49. ഓക്കെ. ഫിനാൻസ് അപ്പോൾ എത്ര കയറും? ഫിനാൻസ് നമുക്കൊരു 2 ലക്ഷം രൂപയോളം ഫിനാൻസ് നമുക്ക് ചെയ്ത് കൊടുക്കാം. നല്ല പ്രൊഫൈലുള്ള കസ്റ്റമർ 2.25 ചെയ്ത് കൊടുക്കാം. ചെയ്യാൻ പറ്റും. അനന്തു, അടുത്ത വണ്ടി ക്വിഡ്. അതെ, 2017 മോഡൽ ക്വിഡ് ആണ്. ഓക്കെ. 2017 മോഡൽ ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് ആണ്. അതെ. 1 ലിറ്റർ അല്ലേ? 1 ലിറ്റർ ഓട്ടോമാറ്റിക്. സെക്കൻഡ് ഓണർ ആണ്. കിലോമീറ്റർ 60,000 കിലോമീറ്റർ ആയി. ഓക്കെ. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും വരുന്നുണ്ടോ? ഇല്ലില്ല, റീപ്ലേസ്മെന്റ് ഒന്നും. സർവീസ് എങ്ങനെ പുറത്താണോ കമ്പനിയാണോ? കമ്പനിയാണ്. കമ്പനി സർവീസ് ആണ്. ജസ്റ്റ് വാഷ് ചെയ്യാണ്ടില്ല, ഫുൾ പൊടി അടിച്ച് കിടക്കാം. ഇപ്പോൾ ഇതിന്റെ ഇന്റീരിയർ ക്ലീനിങ് ഒക്കെ നടക്കുക. ഓക്കെ. AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ ചെയ്തിട്ടുണ്ട്. ഫോർഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. 2 ഡോർ ഇന്ത്യൻ കമ്പനി വരുന്നത് ഫോർഡ് ആക്കിയിട്ടുണ്ട്. ഇമ്പോൾട്ട് സ്റ്റീരിയോ വരുന്നുണ്ട്. അതിന്റെ ക്ലീൻ ചെയ്തോണ്ടിരിക്കുക അല്ലേ? ഇന്റീരിയർ ക്ലീനിങ്. വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ലല്ലോ? ഇല്ല, അത്യാവശ്യം നല്ല ടയർ കണ്ടീഷൻ ഉണ്ട്. ട്രിവാൻഡ്രം വണ്ടിയാണ്. ടയർ കണ്ടീഷൻ ഒരു 60-70% ടയർ ഉണ്ട്. വേറെ ആക്സസറി കാര്യങ്ങളൊന്നുമില്ലല്ലോ? ഇല്ല, ഒന്നുമില്ല. അപ്പം അനന്തവിന് പ്രൈസ് എങ്ങനെയാണ് വരുന്നത്? നമ്മുടെ ഇത് 2.68 ആണ്. 2,68,000. ഫിനാൻസ് നമുക്ക് ചെയ്യാൻ പറ്റും. അത് ആസ്കിംഗ് പ്രൈസ് അല്ലേ? ആസ്കിംഗ് പ്രൈസ് ആണ്. നെഗോഷ്യബിൾ ആണല്ലോ? കുറച്ച് നെഗോഷ്യബിൾ ആണ്. ഫിനാൻസ് എത്ര കയറും? ഫിനാൻസ് നമുക്ക് 2.25 രൂപ ഫിനാൻസ് ചെയ്ത് കൊടുക്കാം. 2.5 ചെയ്ത് കൊടുക്കാം. ചെയ്യാൻ പറ്റും. അപ്പോൾ അടുത്ത വണ്ടി ഈക്കോ കൊമേഴ്ഷ്യലാണ്. അതെ. ഓക്കെ. അപ്പോൾ എങ്ങനെ? വളരെ അപൂർവമാണല്ലേ കൊമേഴ്ഷ്യൽ ഈക്കോ കിട്ടുന്നത്? നമുക്ക് കുറച്ച് കുറവാണ്. ഇത് ട്രിവാൻഡ്രം വണ്ടിയാണ്. 2020 മോഡൽ സെക്കൻഡ് ഓർഡർ വണ്ടിയാണ്. 38,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓക്കെ. പിന്നെ അകത്ത് ലോഡൊന്നും അടിച്ച വണ്ടിയല്ല. ഈക്കോ കാർഗോ മെഡിക്കൽ സപ്ലൈ യൂസ് ചെയ്യുന്ന വണ്ടിയാണ്. അപ്പോൾ അധികം ഹെവി യൂസ് ഒന്നും ചെയ്തിട്ടില്ല. ഇല്ല. 38,000 കിലോമീറ്റർ. 38,000 കിലോമീറ്റർ സെക്കൻഡ് ഓണർ 2020 മോഡലാണ്. ഓക്കെ. അപ്പോൾ എത്ര കൊടുക്കാം നമുക്കിത് 3.5 ആസ്കിംഗ് പ്രൈസ്. 3.5. ഓക്കെ. ഫിനാൻസ് അപ്പോൾ എത്ര കയറും? ഫിനാൻസ് നമുക്ക് അത്യാവശ്യം ഫിനാൻസ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിൽ ഇതിന്റെ ടാക്സ് ഒക്കെ തീർന്നു നടക്കും, അതൊക്കെ ചെയ്ത് കൊടുക്കാം. വണ്ടി ഓടുന്നില്ല, ഒതുക്കി കഴിഞ്ഞുകൊണ്ട് കൊമേഴ്ഷ്യലായിട്ട് അതെല്ലാം ക്ലിയർ ആക്കി കൊടുക്കാൻ പറ്റും. നമുക്ക് പുതിയ ടാക്സ് ഇതൊക്കെ ചെയ്ത് കൊടുക്കാം. അപ്പം പ്രൈസ് നെഗോഷ്യബിൾ ആണല്ലോ? നെഗോഷ്യബിൾ ആണ്. അപ്പോൾ അടുത്ത വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. യെസ്. അതുപോലെ അടുത്തൊരു വീഡിയോ കാണാം. ഓക്കെ, ശരി.